നമസ്കാരം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിമതശല്യമാണ് കോൺഗ്രസിനെ വലയ്ക്കുന്നത്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾക്കെതിരെ വിമതർ മത്സരിക്കുന്നു. ഇതിനെ നിയന്ത്രിക്കാൻ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിനോ പ്രതിപക്ഷ നേതാവ് VD സതീശനോ കഴിയുന്നില്ല. ഈ സാഹചര്യത്തിലാണ് വിമതന്മാരെ ഒതുക്കാനുള്ള ഉത്തരവാദിത്തം റോള് സ്വയം ഏറ്റെടുത്തുകൊണ്ട് കഴിഞ്ഞ ദിവസം K മുരളീധരൻ രംഗത്ത് വന്നിരിക്കുന്നത്. വിമതന്മാർക്ക് ഒരു അന്ത്യശാസനമാണ് K മുരളീധരൻ കഴിഞ്ഞ ദിവസം നൽകിയത്. അത് മറ്റൊന്നുമല്ല, നോമിനേഷൻ പിൻവലിക്കാനുള്ള അവസാന ദിവസമായി ഇന്ന് വൈകുന്നേരം 3 മണിക്ക് മുൻപായി വിമതന്മാരെല്ലാം തന്നെ നോമിനേഷൻ പിൻവലിച്ചിരിക്കണം. ഇല്ലെങ്കിൽ പാർട്ടിയുടെ 7 അയലത്ത് ഈ വിമതന്മാരുണ്ടാകില്ല. മാത്രവുമല്ല, അതിരൂക്ഷമായിട്ടുള്ള തിരിച്ചടിയായിരിക്കും നേരിടേണ്ടി വരിക എന്ന് K മുരളീധരൻ കഴിഞ്ഞ ദിവസം വെല്ലുവിളിച്ചു. K മുരളീധരന്റെ വെല്ലുവിളി കുറിച്ചുകൊണ്ടു എന്നാണ് ലഭിക്കുന്ന സൂചനകൾ. വയനാട്ടിൽ നിന്നുള്ള യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജംഷീർ പള്ളിവയലിൽ സ്ഥാനാർത്ഥിത്വം പിൻവലിച്ചു. അവിടെ ജില്ലാ പഞ്ചായത്തിലേക്ക് വിമത സ്ഥാനാർത്ഥിയായി നോമിനേഷൻ കൊടുത്തിരിക്കുകയായിരുന്നു ജംഷീർ. ആ ജംഷീറാണ് ഇന്ന് രാവിലെ തന്റെ നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചത്. ഇത് മാതൃകയാക്കി കേരളത്തിലെ ഒട്ടുമുക്കാൽ വിമതന്മാരും കോൺഗ്രസ് വിവിധ സ്ഥാനാർത്ഥികളും സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുമെന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. എന്തായാലും ഇവിടെ വിജയം നേടിയത് K മുരളീധരന്റെ വാക്കുകളാണ്. K മുരളീധരൻ കോൺഗ്രസിൽ കൂടുതൽ ശക്തനായി വരുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ സൂചനകളാണിത്. കേരളത്തിൽ അങ്ങോളമുള്ള തദ്ദേശ വാർഡുകളിലെ തെരഞ്ഞെടുപ്പുകളിൽ അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്തുകളിലെ തെരഞ്ഞെടുപ്പുകളിൽ ബ്ലോക്ക് പഞ്ചായത്തുകളിലെ തെരഞ്ഞെടുപ്പുകളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതു മുതൽ സ്ഥാനാർത്ഥി തർക്കം പരിഹരിക്കാൻ കഴിയാത്തൊരവസ്ഥയായിരുന്നു. നിരവധിയിടങ്ങളിൽ ഔദ്യോഗിക സ്ഥാനാർത്ഥികൾക്ക് 1ഉം 2ഉം വിമതന്മാരുണ്ട്. ഇത് ഏതെങ്കിലും ഒരു കുടക്കീഴിൽ ഇരുന്നു കൊണ്ട് പരിഹരിക്കാൻ KPCC നേതൃത്വത്തിനോ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിനോ കഴിഞ്ഞില്ല എന്നുള്ളത് ഏറെ വിമർശനങ്ങൾക്കിടയാക്കിയിരുന്നു. നമുക്കറിയാം, കാസർഗോഡ് DCCയിൽ നടന്ന കയ്യാങ്കളിയും തമ്മിലടിയും പരസ്യമായി തെരുവ് ഗുണ്ടകൾ നടത്തുന്നത് പോലെയുള്ള തമ്മിലടിയാണ് DCC ഓഫീസിൽ അരങ്ങേറിയത്. ആ ദൃശ്യങ്ങൾ എടുത്ത് പുറത്തുവിട്ട കോൺഗ്രസ് ഭാരവാഹിയെ പുറത്താക്കിയത് മാത്രമാണ് മിച്ചം. ആ തമ്മിലടിയെ കുറിച്ച് പരിശോധിക്കാനും അന്വേഷിക്കാനും 2 അംഗ സമിതിയെ കോൺഗ്രസ് നിയോഗിച്ചു. ആ സമിതിയുടെ റിപ്പോർട്ട് ഇനി വരാനിരിക്കുന്നേ ഉള്ളൂ. തിരുവനന്തപുരത്ത് തന്നെ ആറ്റിങ്ങലിൽ, കണിയാപുരത്ത് ഒക്കെ തന്നെ വിമത ശല്യം ഉണ്ട്. എന്തിനേറെ പറയുന്നു, തിരുവനന്തപുരത്ത് കോർപ്പറേഷനിൽ ഒരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് കോർ കമ്മിറ്റി ചെയർമാനായിരുന്ന മണക്കാട് സുരേഷ് തന്നെ തർക്കമുണ്ടാക്കി. പിന്നാലെ ആ സ്ഥാനാർത്ഥിക്ക് സ്ഥാനാർത്ഥിത്വം കൊടുത്തതിൽ പ്രതിഷേധിച്ച് മണക്കാട് സുരേഷ് സ്ഥാനം രാജിവെച്ചു. മണക്കാട് സുരേഷിന് പിന്നിൽ VD സതീശനാണെന്ന ആരോപണം അന്ന് ഉയർന്നിരുന്നു. മറ്റൊന്നുമല്ല, രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഏറ്റവും വിശ്വസ്തനായ നേമം ഷജീറിന് സീറ്റ് കൊടുക്കരുതെന്നായിരുന്നു മണക്കാട് സുരേഷിന്റെ ആവശ്യം. നേമം ഷജീർ തന്നെ വേണമെന്ന് നേമത്തെ മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകരും ഒരേ സ്വരത്തിൽ ആവശ്യപ്പെടുമ്പോഴാണ് ഷജീറിന് സീറ്റ് നൽകാനാവില്ല എന്ന് പ്രതിപക്ഷ നേതാവ് നിലപാടെടുത്തത്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിലുമായുള്ള ബന്ധമാണ് ഷജീറിൽ VD സതീശൻ കണ്ട അയോഗ്യത. എന്തായാലും VD സതീശൻ തന്നെ ഇത്തരത്തിൽ സ്ഥാനാർത്ഥികൾക്കെതിരെ രംഗത്ത് വന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വിമതന്മാർ തലയുയർത്തിയത്. എന്നാൽ ഈ വിമത ശല്യത്തെ മുൻകാലങ്ങളിൽ കൈകാര്യം ചെയ്തതുപോലെ കൃത്യമായി കൈകാര്യം ചെയ്യാനോ അത് വിമതന്മാരെ പൂർണ്ണമായും ഒതുക്കാനോ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിഞ്ഞില്ല. ഈ സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസം K മുരളീധരൻ അതിശക്തമായിട്ടുള്ള നിലപാടുമായി രംഗത്ത് വന്നത്. വളരെ വ്യക്തമായി തന്നെ K മുരളീധരൻ പറഞ്ഞു, ഒരൊറ്റ വിമതനും കേരളത്തിൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിക്കരുത്. ഇന്ന് വൈകുന്നേരം 3 മണി, അതുവരെ ഞാൻ ഡെഡ് ലൈൻ തരുന്നു. ആ 3 മണിക്ക് മുൻപായി വിമതന്മാർ പത്രിക പിൻവലിച്ചിരിക്കണം. ഇല്ലെങ്കിൽ അവർ നേരിടാൻ പോകുന്നത് ശക്തമായി തന്നെയാണ്. പിന്നീട് കോൺഗ്രസ് പാർട്ടിയുടെ 7 അയലത്ത് വിമതന്മാരുണ്ടാകില്ല. പണ്ട് പറഞ്ഞതുപോലെ ഒന്നുമല്ല ഇപ്പോൾ പറയുന്നത്. ഇത് കൃത്യമായ നിലപാടാണ്. വിമത പത്രിക നൽകിയ ഒരുത്തനും കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ ഇനിയുള്ള കാലം ഉണ്ടാകില്ല. ഈ ഒരു ഭീഷണി തന്നെ എന്ന് പറയാം. ഈ ഒരു ഭീഷണി കുറെയൊക്കെ ഏറ്റു എന്നാണ് കാണുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ K മുരളീധരൻ കൂടുതൽ ശക്തനായി വരികയാണ്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് K മുരളീധരൻ കോൺഗ്രസിൽ കളം പിടിക്കും. K മുരളീധരൻ തലസ്ഥാനത്തെ പ്രധാനിയായി മാറും. ശശി തരൂർ എവിടെയാണോ കോൺഗ്രസിന് പുറത്തേക്ക് പോകുന്നത്, ആ സാഹചര്യത്തിൽ K മുരളീധരൻ, ലീഡറുടെ മകൻ, മുൻ കോൺഗ്രസിന്റെ തലതൊട്ടപ്പനായ ലീഡർ K കരുണാകരന്റെ മകൻ K മുരളീധരൻ വീണ്ടും കോൺഗ്രസിന്റെ അമരത്തേക്ക് എത്തുന്നതിന്റെ സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്.